കപ്പലണ്ടിക്കും പപ്പടത്തിനും വേണ്ടി അടിയുണ്ടാക്കിയ കൊല്ലം നഗരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. പക്ഷേ ഞാനിന്ന് പറയാൻ പോകുന്നത് കൊല്ലം എന്ന തുറമുഖ നഗരത്തെ പറ്റിയാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ, തെക്കേ ഇന്ത്യയിലെ തന്നെ ഒരു കാലത്ത് ഏറ്റവും പ്രശസ്തമായിരുന്ന ചീന കപ്പലുകൾ വന്നെടുക്കുന്ന കൊല്ലം തുറമുഖം. AD 851 കേരളത്തിൽ വന്നു എന്ന് കരുതപ്പെടുന്ന അറബി കച്ചവടക്കാരനായ സുലൈമാനാണ് കേരളത്തെക്കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തിയ വ്യക്തി എന്ന് കരുതപ്പെടുന്നത്. അക്കാലത്ത് കൊല്ലമായിരുന്നു തെക്കേ ഇന്ത്യയിലെ ഏറ്റവും മികച്ച തുറമുഖമെന്നും പേർഷ്യയിൽ നിന്നും ഉള്ള മടക്കയാത്രയിൽ ചീനയിൽ നിന്നുള്ള കൂറ്റൻ കപ്പലുകൾ കൊല്ലം തുറമുഖത്ത് മാത്രമേ അടുക്കാറുണ്ടായിരുന്നുള്ളൂ എന്നും അദ്ദേഹം രേഖപ്പെടുന്നു. ഭൂഗോള സഞ്ചാരിയായ ആഫ്രിക്കക്കാരൻ ഇബൻ ബത്തൂത്ത AD 1342-47 കാലയളവിൽ കൊല്ലം സന്ദർശിച്ചതായി രേഖപ്പെടുത്തുന്നു. ഐശ്വര്യപൂർണ്ണമായ അങ്ങാടികളും സമ്പന്നരായ കച്ചവടക്കാരുമുള്ള കൊല്ലം നഗരം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കച്ചവട കേന്ദ്രമായി അദ്ദേഹം രേഖപ്പെടുത്തുന്നു. കൊല്ലത്തെ കുരുമുളക് വ്യാപാരത്തെക്കുറിച്ചും കൊല്ലം തുറമുഖത്ത് അടുക്കുന്ന ചീന കപ്പലുകളെക്കുറിച്ചും അദ്ദേഹം വളരെ വിശദമായി പ്രതിപാദിക്കുന്നു. കേരളത്തിലെ ഏറ്റവും മികച്ച നഗരം എന്ന് തന്നെയാണ് ശ്രീ ഇബൻ ബത്തൂത്തയും കൊല്ലത്തെ രേഖപ്പെടുത്തുന്നത്. പോപ്പിന്റെ പ്രതിപുരുഷനായിരുന്ന ഫ്ലോറൻസിലെ ജോൺ ഡി മാഗ്നറ്റുല്ലി 1347 യൂറോപ്പിൽ നിന്ന് ചൈനയ്ക്കുള്ള യാത്രാമധ്യേ കൊല്ലത്ത് ഇറങ്ങുകയും കൊല്ലത്തെ സെന്റ് ജോർജ് പള്ളിയിൽ ഏകദേശം ഒരു വർഷക്കാലം പുരോഹിതനായി താമസിക്കുകയും ചെയ്തു. ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളോ കോണ്ടി AD 1441-42 കാലയളവിൽ കൊല്ലവും കൊച്ചിയും സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് കൊല്ലത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഇപ്രകാരമായിരുന്നു: കൊല്ലത്ത് നടക്കുന്ന ഇഞ്ചിയുടെയും കുരുമുളകിന്റെയും ഏലത്തിന്റെയും കച്ചവടം അദ്ദേഹത്തെ ഹഠാത് ആകർഷിക്കുകയും ചെയ്തു. AD 9-ാം ശതകത്തിൽ കൊല്ലമായിരുന്നു ചീനക്കാരുടെ പ്രധാനപ്പെട്ട സൗത്ത് ഇന്ത്യയിലെ കച്ചവട കേന്ദ്രം. ഓരോ ചീനക്കപ്പലും കൊല്ലത്തിന് 1000 ദിനാർ ചുങ്കം അടച്ചു പോകുന്നു. എന്നാൽ AD 13-ാം ശതകത്തിന്റെ അവസാന കാലയളവിൽ മാർക്കോ പോളോവിന്റെ സന്ദർശന കാലത്ത് അറേബ്യൻ സഞ്ചാരികളുടെ കടുത്ത മത്സരത്തിന്റെ ഫലമായി ചൈനക്കാരുടെ കച്ചവടത്തിന്റെ തോത് ഗണ്യമായി കുറഞ്ഞു. എങ്കിലും പിന്നീടും കൂറ്റൻ ചീനക്കപ്പലുകൾ കൊല്ലം തുറമുഖത്ത് അടുത്തുകൊണ്ടിരുന്നു. വേണാടിന്റെ തലസ്ഥാനമായ കൊല്ലം നഗരം ഒരു പരിഷ്കൃത നഗരമായി വിദേശ സഞ്ചാരികൾ എന്നും കണക്കാക്കിയിരുന്നു. ഉണ്ണീച്ചി ചരിതം, ഉണ്ണിനീല സന്ദേശം തുടങ്ങിയ സാഹിത്യകൃതികളിലും കൊല്ലത്തിന്റെ വാണിജ്യ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. AD 1851 കാലഘട്ടങ്ങളിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാന തുറമുഖ നഗരമായിരുന്നു കൊല്ലം. അപ്പോഴും പേർഷ്യയിൽ നിന്നും മറ്റും മടങ്ങിക്കൊണ്ടിരിക്കുന്ന കൂറ്റൻ ചീന കപ്പലുകൾ അടുക്കുമായിരുന്ന ഒരേ ഒരു തുറമുഖ നഗരം കൊല്ലമായിരുന്നു. AD 1263-1275 കാലഘട്ടങ്ങളിൽ ഇന്ത്യ സന്ദർശിച്ച അൽക്ക സ്വിനി എന്ന വിദേശ സഞ്ചാരി പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു നഗരം എന്നാണ് കൊല്ലത്തെക്കുറിച്ച് പറയുന്നത്. AD 13-ാം ശതകത്തിന്റെ അവസാനം കൊല്ലം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരിയായ മാർക്കോ പോളോ കൊല്ലം നഗരം വിദേശ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ചും ചൈനയുമായി നടത്തിയ കുരുമുളക് വ്യാപാരത്തെക്കുറിച്ച് ശ്ലാഘനീയമായ രീതിയിൽ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകാരം മാൻസിയിൽ നിന്നും, അതായത് ചൈനയിൽ നിന്നും ലാവന്തിൽ നിന്നുമുള്ള ചരക്ക് കപ്പലുകൾ ഇവിടെ വരികയും അവരുടെ പക്കലുള്ള സാധനങ്ങൾ ഇവിടെ വിറ്റഴിക്കുകയും ഇവിടെയുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി കച്ചവടം നടത്തുകയും ചെയ്ത് വളരെ വലിയ ലാഭം ഉണ്ടാക്കുന്നു. കൊല്ലത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഓരോ ദേശങ്ങളെയും പോലെ കൊല്ലവും ബഹുമാനം അർഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. മീനിന്റെ നാട്ടത്തിന്റെ പേരിലോ കപ്പലണ്ടിയുടെ പേരിലോ പപ്പടത്തിന്റെ പേരിലോ ആരും താഴ്ത്തിക്കെട്ടാതിരിക്കട്ടെ. വീണ്ടും ഒരു കഥയുമായി വരാം. ബൈ.